السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യരിൽ അധികം ആളുകളും വഞ്ചിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അസ്സുഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും എന്നുള്ളത്. ഈ ഒരു അനുഗ്രഹത്തെ തൊട്ട് നമ്മളെല്ലാവരും അശ്രദ്ധയിലുമാണ്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ആരോഗ്യത്തിന്റെ വില അവൻ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാണ്. ഇപ്പൊ നമുക്ക് നമസ്കരിക്കുമ്പോൾ റുകൂ ചെയ്യാനും സുജൂദ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ അത് അതിന്റെ ആ രൂപത്തിലും അതിന്റെ മേന്മയിലും ചെയ്തു തീർക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കുക. അള്ളാന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാണ്. അതുപോലെ മനുഷ്യന് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ് ഒഴിവ് സമയം എന്നുള്ളത്. അതെല്ലായ്പ്പോഴും ലഭിക്കണമെന്നുമില്ല. എന്നാൽ അങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ദിക്ർ പഠിക്കുവാനോ, അല്ലെങ്കിൽ ഒരാൾക്ക് നന്മ എത്തിച്ചു കൊടുക്കുവാനോ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാനോ ഉള്ള ഒരു ശ്രമമാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ പല ആളുകളും വിനോദങ്ങളിലാണ്, പല ആളുകളും ഗെയിമുകളിലാണ്, കളിയിലാണ്, സോഷ്യൽ മീഡിയകളിൽ മണിക്കൂറുകളോളം ഇരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇഅ്തനി ഖംസൻ ഖബ്ല ഖംസിൻ. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പുള്ള അഞ്ച് കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ശബാബക ഖബ്ല ഹറമിക. പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം. അതുപോലെ തന്നെ വസുഹ്ഹതിക ഖബ്ല സഖമിക. രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗിനാക ഖബ്ല ഫഖരിക. ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത. വഫറാഖ ഖബ്ല ശുഉലിക. തിരക്കാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം. വഹയാതക ഖബ്ല മൗതിക. മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം. എത്ര ഹൃദ്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും വഞ്ചിതരാണ്, പലപ്പോഴും അശ്രദ്ധയിലാണ് ഈ രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട്. അതിനാൽ അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുകയും അതിനെ നന്മയിൽ കൊണ്ടുവരാൻ സദാ പരിശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് മനപ്പാഠമാക്കാൻ കഴിയുന്ന ഒരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അസ്സുഹ്ഹത്തു വൽ ഫറാഗ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.